ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജൂൺ 1 മുതൽ ദുബൈയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായി നിരോധിക്കും. 25 പൈസ കൊടുത്താൽ പ്ലാസ്റ്റിക് ബാഗുകൾ ലഭിച്ചിരുന്നു. ഇതാണ് പൂർണ്ണമായും നിർത്തലാക്കുന്നത്. പകരം ഒന്നിലേറെ തവണ ഉപയോഗിക്കാവുന്ന തുണി സഞ്ചികളിലേക്ക് മാറാനാണ് നഗരസഭയുടെ നിർദ്ദേശം. 2026 ഒറ്റത്തവണ ഉപയോഗിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും ഘട്ടം ഘട്ടമായി നിർത്തലാക്കും. നിരോധന നിയമം ലംഘിക്കുന്നവർക്ക് 200 ദിർഹം പിഴ ചുമത്തും. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷം ചെയ്യുന്നത് മൂലമാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നത്. 57 മൈക്രോമീറ്ററിൽ കൂടുതൽ കനം കുറഞ്ഞ എല്ലാത്തരം ബാഗുകളും ബയോഡിഗ്രേഡബിൾ ബാഗുകൾ എന്നിവയും നിരോധിച്ചു. മസ്കർ ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു. അൽഹൈൽ സൗത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന 17 പേരെ രക്ഷപ്പെടുത്തിയതായും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. സിവിൽ ഡിഫൻസിന്റെ ഇടപെടൽ ആളപായങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു. അഗ്നിശമന സേനയെത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. നിരവധി തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. താമസസ്ഥല കെട്ടിടങ്ങളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അപേക്ഷിച്ചവരിൽ നിന്നും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്രമ നമ്പർ 2399 മുതൽ 2483 വരെയുള്ളവർക്ക് അവസരം ലഭിച്ചവർ പുറപ്പെടൽ കേന്ദ്രം അടിസ്ഥാനത്തിലുള്ള തുക അടച്ച് പാസ്പോർട്ടും നിശ്ചിത മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അപേക്ഷാ ഫോറം എന്നിവ എത്രയും വേഗം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ സർക്കുലർ നമ്പർ 24 ലഭ്യമാണ്. അതേസമയം കേരളത്തിൽ നിന്നും ഇതുവരെയായി 4043 ഹാജിമാരാണ് വിശുദ്ധ ഭൂമിയിലെത്തിയത്. കോഴിക്കോട് പുറപ്പെടൽ കേന്ദ്രം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് തീർത്ഥാടകർ യാത്രയായത്. കോഴിക്കോട് വഴി 3486 ഹാജിമാരാണ് 21 വിമാനങ്ങളിലായി സൗദിയിലെത്തിയത്. ഇവരിൽ 849 പുരുഷന്മാരും 2637 സ്ത്രീകളുമാണ്. മൊത്തം 21 ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ടു. ഇന്നലെ പുറപ്പെട്ട വിമാനങ്ങളിൽ മഹ്റമില്ലാത്ത വിഭാഗത്തിലെ സ്ത്രീ തീർത്ഥാടകരും 1 ജനറൽ വിഭാഗത്തിലെ ഹാജിമാരുമായിരുന്നു. മോയിൻകുട്ടി വൈദ്യ സ്മാരക അക്കാദമി ചെയർമാൻ ഹുസൈൻ രണ്ടത്താണി ക്യാമ്പ് സന്ദർശിച്ചു. സൗദി അറേബ്യയിലെ മക്കയിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെ നിയന്ത്രിക്കുന്നതിനായി സൗദിയിൽ പരിശോധന ശക്തമാക്കി. ഹജ്ജ് പെർമിറ്റുള്ള തീർത്ഥാടകർ, മക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള അനുമതി പത്രമുള്ളവർ, മക്ക ഇഖാമയുള്ളവർ എന്നിവർക്ക് മാത്രമാണ് നിലവിൽ മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. സന്ദർശക വിസയിലെത്തി മക്കയിൽ താമസം തുടർന്ന നിരവധി പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അധികാരികൾ പിടികൂടി. ഉംറ തീർത്ഥാടകർ ജൂൺ 6 രാജ്യം വിടണം. സന്ദർശക വിസയിലുള്ളവർക്ക് മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. മക്കയിൽ താമസിക്കുന്ന സന്ദർശക വിസക്കാർ നഗരം വിടണം എന്നീ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുൽഹജ്ജ് 15 വരെയാണ് ഈ നിയന്ത്രണങ്ങൾ നിലനിൽക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മക്കയിലേക്കുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും വിവിധ റോഡുകളിലും പോലീസ് കർശന പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം ഹജ്ജിനെത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് മദീനയിലെ റൗള ഷെരീഫിൽ പ്രാർത്ഥനയ്ക്കുള്ള സമയം 10 മിനിറ്റായി കുറച്ചു. നേരത്തെ ഒരാൾക്ക് 15 മിനിറ്റ് വരെ അനുവദിച്ചിരുന്നു. ഇരു ഹറംകാര്യ മന്ത്രാലയം ജനറൽ അതോറിറ്റിയാണ് പുതിയ നിർദ്ദേശം അറിയിച്ചത്. നുസുക് ആപ്ലിക്കേഷൻ വഴി പെർമിറ്റ് കരസ്ഥമാക്കുന്നവർക്ക് മാത്രമാണ് റൗളയിൽ പ്രാർത്ഥനയ്ക്ക് പ്രവേശനം ലഭിക്കുക. പെർമിറ്റിലെ തീയതിയും സമയവും കൃത്യമായി പാലിച്ചിരിക്കണം. മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ വിദേശ തൊഴിലാളികളുടെ റിക്രൂട്ടിംഗ് ഓഫീസുകൾ തൊഴിൽ മന്ത്രാലയം അടപ്പിച്ചു. വടക്കൻ ബാത്തന ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ റിക്രൂട്ടിംഗ് ഏജൻസികളിൽ നടത്തിയ പരിശോധനകളിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതും തുടർന്ന് സ്ഥാപനങ്ങൾ അടപ്പിച്ചതും. പ്രവാസി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഏജൻസികളുടെ ലൈസൻസ് ഉൾപ്പെടെ പരിശോധിക്കണമെന്നും നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെന്ന് ഉറപ്പുവരുത്തണമെന്നും തൊഴിൽ മന്ത്രാലയം സ്വദേശികൾക്ക് നിർദ്ദേശം നൽകി. തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മന്ത്രാലയം കർശന നടപടികൾ സ്വീകരിക്കും. വാഹനമോടിക്കുന്നവർ നടത്തുന്ന ട്രാഫിക് നിയമലംഘനങ്ങളുടെ ചിത്രങ്ങൾ ഇനി റോയൽ ഒമാൻ പോലീസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കാണാം. ആർഒപിയുടെ ആപ്പിൽ പുതിയ ഫീച്ചർ കഴിഞ്ഞ ദിവസമാണ് അധികൃതർ അവതരിപ്പിച്ചത്.
വാഹന രജിസ്ട്രേഷൻ അഭ്യർത്ഥനകൾക്കും വിരലടയാള സേവനം ചേർക്കുന്നതിനുമുള്ള സൗകര്യവും പുതുതായി ഒരുക്കിയിട്ടുണ്ട്. ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ പുതിയ ഫീച്ചറുകൾ ലഭ്യമാകും. ഉപയോക്താക്കൾക്ക് ലംഘന റിപ്പോർട്ടുകൾ ഡൗൺലോഡ് ചെയ്യാനും സേവന വിഭാഗവും കാലയളവും അനുസരിച്ച് തിരയാനും പേയ്മെന്റ് ഹിസ്റ്ററി കാണാനും സാധിക്കും. ഗുണഭോക്താവിന് ഒരു നിർദ്ദിഷ്ട വാഹനത്തിൽ രജിസ്റ്റർ ചെയ്ത നിയമലംഘനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ആപ്പ് വഴിയൊരുക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ കമ്പനിയുടെയോ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ID നമ്പർ നൽകുന്നതിന് മുമ്പ് അത് ഏത് തരം ID ആണെന്നും വ്യക്തമാക്കണം. പൗരന്മാർക്കും താമസക്കാർക്കും ഓർഗനൈസേഷനുകൾക്കും കമ്പനികൾക്കും രജിസ്റ്റർ ചെയ്ത പ്രാദേശിക, ഗൾഫ്, ട്രാഫിക്, മുനിസിപ്പൽ ലംഘനങ്ങൾ അന്വേഷിക്കുന്നതിനും പണം നൽകുന്നതിനുമുള്ള സമഗ്രമായ പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ നൽകുന്നു. ആപ്ലിക്കേഷൻ വഴി കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുകയും ഉപയോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തുകയുമാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. അതേസമയം റോയൽ ഒമാൻ പോലീസിന്റെ ഈ സേവനങ്ങൾ കൂടുതൽ വ്യാപിപ്പിച്ചു വരികയാണെന്നും ജനങ്ങൾക്ക് സേവനങ്ങൾ ഈ പ്ലാറ്റ്ഫോം വഴി എളുപ്പത്തിൽ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യമെന്നും കൊമാക്സ് പ്രദർശന വേദിയിൽ അധികൃതർ വിശദീകരിച്ചു. റോയൽ ഒമാൻ പോലീസ് ഡിജിറ്റൽ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നു. സെൽഫ് സർവീസ് മെഷീനുകൾ വഴി വാഹന രജിസ്ട്രേഷൻ പുതുക്കാനും ബാങ്ക് ആപ്പുകൾ ഉപയോഗിച്ച് ട്രാഫിക് പിഴ അടയ്ക്കാനുമുള്ള വിവിധ സൗകര്യങ്ങളാണ് ROP പുതുതായി ഒരുക്കിയിരിക്കുന്നത്. പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ രാജ്യത്തെ പൗരന്മാർക്കും താമസക്കാർക്കും ഉപയോഗപ്പെടുത്താം. വാഹന രജിസ്ട്രേഷൻ പുതുക്കൽ, വിവാഹ പരിപാടികൾ ഇലക്ട്രോണിക് വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് സുപ്രീം ജുഡീഷ്യൽ കൗൺസിലുമായി ബന്ധിപ്പിക്കൽ, ബാങ്ക് ആപ്ലിക്കേഷനുകൾ, തവാനി വാലറ്റ്, തസ്ദീദ് പോർട്ടൽ എന്നിവ ഉപയോഗിച്ച് ട്രാഫിക് പിഴകൾ അടയ്ക്കൽ, ROP ആപ്ലിക്കേഷൻ വഴി ഇലക്ട്രോണിക് ഫിംഗർ പ്രിന്റ് ഫോം ആക്സസ് ചെയ്യൽ, ROP ആപ്പ് വഴി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സെൽഫ് സർവീസ് ഉപകരണങ്ങൾ വഴി നഷ്ടപ്പെട്ട വാഹന ലൈസൻസ് വീണ്ടും പ്രിന്റ് ചെയ്യൽ തുടങ്ങിയ ഈ സേവനങ്ങൾ അധികൃതർ ലഭ്യമാക്കുന്നുണ്ട്. മസ്കറ്റ് ഗവർണറേറ്റിലെ അമറാത്ത് വിലായത്തിലെ വീടുകളിൽ മോഷണം നടത്തിയ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി താമസ കെട്ടിടങ്ങളിലാണ് 3 അംഗ സംഘം മോഷണം നടത്തിയത്. മോഷണത്തിനായി വീടുകളിൽ കയറാൻ ശ്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. ഇത് കുറ്റവാളികളിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചു. വീടുകളിൽ അതിക്രമിച്ച് കയറുകയും കേടുപാടുകൾ വരുത്തുകയും മോഷണം നടത്തുകയും ചെയ്ത കുറ്റങ്ങൾക്ക് 3 പേർക്കെതിരെയും നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. മസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷർ വിലായത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു. ഗുബ്ര പ്രദേശത്ത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടം. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അപകട കാരണം വ്യക്തമാക്കിയിട്ടില്ല. വിൽപ്പനയ്ക്കുള്ള വാഹനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്നതിനെതിരെ കർശന നടപടിക്ക് മസ്കറ്റ് നഗരസഭ ഒരുങ്ങുന്നു. ഫോർ സെയിൽ സ്റ്റിക്കർ പതിച്ച് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന രീതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അധികൃതർ നീക്കം ചെയ്യും. മസ്കറ്റ് നഗരസഭയാണ് ഇതിന് നേതൃത്വം വഹിക്കുക. ചെലവ് വരുന്ന തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കും.